ശാലിനിയെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാ. പക്ഷേ സത്യ കൂടെ വരില്ല. ഇവർക്ക് ആ കുട്ടിയെ നോക്കാൻ കഴിയില്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിലാക്കട്ടെ. സത്യമ്മ എന്നെ വന്ന് ക്ഷണിച്ചതിനും മൂത്ത മരുമകളുടെ സ്ഥാനം വാക്കാൽ എനിക്ക് നൽകിയതിനും വളരെ സന്തോഷമുണ്ട്. പക്ഷേ നാളത്തെ ചടങ്ങിന്റെ കാര്യം എന്നെ തനിച്ചായിട്ടല്ലല്ലോ സത്യമ്മ അങ്ങോട്ട് വിളിക്കുന്നത്. ഞാൻ വരുന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പം എന്റെ മകൾ സത്യം കൂടെ കൂട്ടാലോ. അങ്ങനെയല്ലേ സത്യമേ വേണ്ടത്? എന്നെ മരുമകളായി അംഗീകരിക്കുമ്പോ എന്റെ മകൾ സത്യം കൂടെ കൂട്ടണ്ടേ? മോളെ, കാര്യങ്ങളെല്ലാം പറയണ്ടേ അമ്മേ? ഇപ്പൊ തന്നെ എല്ലാം സംസാരിച്ച ധാരണയിലെത്തിയ ഭാവിയിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയല്ലേ വേണ്ടത് സത്യാമ്മേ? ഈ സംസാരിക്കുന്നത് ശാലിനി എന്ന കളക്ടറാണോ അതോ ശാരദാമ്മയുടെ മകൾ വെറും ശാലിനിയാണോ? രണ്ടുമല്ല. സത്യഭാമയുടെ മകൻ വിഷ്ണു വിവാഹം ചെയ്ത് ശാലിനി വിഷ്ണു. എപ്പോഴും അങ്ങനെ അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. അതിന് സത്യഭാമയുടെ സമ്മതം വേണം. എന്നെ അനുസരിക്കുന്ന മരുമക്കളെ മാത്രമേ ഞാൻ എന്റെ ഒപ്പം ചേർന്ന് നിൽക്കാൻ അനുവദിക്കൂ. അല്ലാത്തവരെ രണ്ടടി അകലം പാലിച്ച് നിർത്തും. അശുദ്ധിയായവരെ അകറ്റി നിർത്തും പോലെ. സത്യാമ്മ, അത് മോളെ, ഇങ്ങനെ തർക്കിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്തും എത്തൂല. സത്യം ഞാൻ നോക്കിക്കോളാം നാളെ. മോൾ എന്തായാലും അവിടം വരെ പോയിട്ട് വാ. ഇത് ജീവിതം അമ്മേ. ഒരുപാട് കാലം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ജീവിതം. ഇവിടെ തുറന്ന മനസ്സോടെ സംസാരിച്ച് മുന്നോട്ട് പോവേ നിവൃത്തിയുള്ളൂ. അതാ ഞാനിപ്പോ ചെയ്തത്. ശാരദാമ്മേ, ഇനി ഇവിടെ ഈ വീട്ടിലേക്ക് എങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ വരില്ല. എന്റെ മകനും വരില്ല. ഞാൻ അവനെ വളർത്തിയിരിക്കുന്നത് അനുസരണയോടെയാ. ആ അനുസരണ ഇക്കാര്യത്തിൽ അവൻ കാണിക്കും തന്നെയാ എന്റെ വിശ്വാസം. അതുകൊണ്ട് വരട്ടെ. വളരെ പ്രതീക്ഷയോടെ ഞാൻ ഇങ്ങോട്ട് വന്നത്. തിരിച്ചു പോകുന്നത് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടു. സത്യം മോളെ, ഏറെ പ്രതീക്ഷയോടെ നിൽക്കുന്ന വിഷ്ണുവിനോട് ഞാൻ എന്താ പറയാ? ശാലിനി വരില്ലെന്നറിയുമ്പോ ഇവനാകെ തളർന്നു പോകും. സ്വപ്നത്തിൽ കണ്ടത് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കില്ലെന്ന് പറയാനാവില്ല. എനിക്കെന്റെ മകനെ വേണം, മകന് ശാലിനിയെയും. ഞാനിവിടെ ഇപ്പൊ കടുംപിടുത്തം പിടിക്കാൻ പാടില്ലായിരുന്നു. സത്യം വന്നോട്ടെ. ഇനി ആ ഒരു പേരിൽ ഒരു മുടക്കം വേണ്ട.